നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഈ ജാനുവരി 22 അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. സുപ്രീം കോടതി വിധി വന്നു. ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൻ്റെ പണി ശരവേഗത്തിൽ തീർന്നു. അപ്പോൾ ഇതിലെന്താ ഇത്ര വലിയ കാര്യം? അതൊരു ആഘോഷമാണ്, രാജ്യം മൊത്തം ആഘോഷിക്കുന്നു, കാര്യമൊക്കെ ശരി. ആ ഒരു വാർത്തയ്ക്ക് വലിയ പുതുമയൊന്നും ഇല്ല. 2019 സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അവിടെ ക്ഷേത്രം പണി നടക്കും, അത് ഒരു ദിവസം തീരും, അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കും, അവിടെ ആൾ പോകാനും വരാനും ഒക്കെ തുടങ്ങും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ കാര്യം അല്ല. അതുകൊണ്ട് ഞാനും കേട്ടപ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും അതൊരു വലിയ എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഭൂമി കുലുങ്ങുന്ന ഒരു കാര്യമാണ് എന്ന് ഞാനും കരുതിയിരുന്നില്ല. പക്ഷേ എന്നോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, സാർ, എന്താണ് ഈ ബാബറി മസ്ജിദ്? അത് പൊളിച്ചാണ് രാമക്ഷേത്രം പണിയുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണത് പൊളിച്ചത്? അത് മുസ്ലിം പള്ളി ആയിരുന്നോ? എന്താ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം? ഇങ്ങനെ ചോദിക്കുന്നു. അയാൾ ഗൂഗിളിലൊക്കെ പരിശോധിച്ച് നോക്കി. ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വീഡിയോകളൊക്കെ കിടക്കുന്നു. ആ ചെറുപ്പക്കാരൻ എന്നോട് സംശയം തീരാനായിട്ട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നത്. 1992 ഡിസംബർ 6 ഈ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ, തർക്കമന്ദിരം തകർക്കപ്പെടുന്നത് അയോധ്യയിൽ. അത് ഏകദേശം 3 ലക്ഷം ഹിന്ദുക്കൾ കൂടിയിട്ട് അതിൽ കുറച്ച് പേര് ആവേശഭരിതരായി തകർത്ത് കളഞ്ഞതാണ് അന്ന് അത് വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇന്നത് കഴിഞ്ഞിട്ട് 31 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 1992 ഒരു 15 വയസ്സെങ്കിലും ഉള്ള ആളിനല്ലേ ഈ സംഭവങ്ങൾ ഓർമ്മയുണ്ടാകുകയുള്ളൂ. അപ്പോൾ 31 15 46, കുറഞ്ഞത് ഒരു 46 വയസ്സെങ്കിലും ഉള്ള ആളിനെ ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി എന്ന തർക്കത്തിൻ്റെ കാര്യം ഓർമ്മയുണ്ടാവുള്ളൂ. കാലം കടന്നു പോകുകയല്ലേ. ഈ ചെറുപ്പക്കാരന് കഷ്ടിച്ച് 23 വയസ്സേ ഉള്ളൂ താൻ. അതായത് ഈ സംഭവം നടക്കുമ്പോൾ അയാൾ ജനിച്ചിട്ടില്ല. 2 തലമുറ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഈ സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്താ ഈ സംഗതി എന്ന് ചോദിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ സംഭവം ഒന്ന് പുനരാവിഷ്കരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഈ പൊളിച്ചെഴുത്തിൻ്റെ ആധാരം. 1528 ബാബറിൻ്റെ സൈന്യാധിപനായിരുന്ന മീർ ബാക്കി അയോധ്യയിൽ ഒരു ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിഷ്ണു ഹരി ക്ഷേത്രം, അങ്ങനെയാണ് ചരിത്രകാരന്മാരും ഈ ഭൂഗർഭ ഗവേഷണ ശാസ്ത്രജ്ഞന്മാരും ആർക്കിയോളജി വിഭാഗക്കാരും ഒക്കെ അതിനെ വിഷ്ണു ഹരി ടെമ്പിൾ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നശിപ്പിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ച് ഒരു മുസ്ലിം മസ്ജിദ് കെട്ടുകയും ചെയ്തു. ഇതിനെയാണ് പിൽക്കാലത്ത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. പക്ഷേ രേഖകളിൽ ഇതിൻ്റെ പേര് മസ്ജിദ് എ ജന്മസ്ഥാൻ എന്നാണ്. ലഷ്കർ എ തൈബ, ജെയ്ഷ് എ മുഹമ്മദ്, ജമാഅത്ത് എ ഇസ്ലാമി. അപ്പോൾ ഈ എ എന്നുള്ള ശബ്ദമുണ്ടല്ലോ, ഈയുടെ പൊക്കത്തിൽ ചെറിയൊരു കോമയിട്ട, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് എഴുതാറുള്ളത്. അപ്പോൾ മസ്ജിദ് എ ജന്മസ്ഥാൻ, ആരുടെ ജന്മസ്ഥാൻ? ഈ മസ്ജിദിൻ്റെ പേര് മസ്ജിദ് എ ജന്മസ്ഥാൻ എന്ന് പറയുമ്പോൾ ആരുടെയോ ജന്മസ്ഥാനമാണല്ലോ. ബാബറുടെ ആണോ? അല്ല. മീർബാക്കിയുടെ ആണോ? അല്ല. ഏതെങ്കിലും മുസ്ലിമിൻ്റെ ആണോ? അല്ല. ഏതെങ്കിലും ഹിന്ദു രാജാവിൻ്റെ ആണോ? അല്ല. ഹിന്ദുക്കൾ സഹസ്രാബ്ദങ്ങളായിട്ട് വിശ്വസിച്ച് വരുന്ന രാമൻ്റെ ജന്മഭൂമിയാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് ക്ഷേത്രം പൊളിച്ച് കളഞ്ഞിട്ട് പോലും മസ്ജിദ് എ ജന്മസ്ഥാൻ എന്ന് ഇവർ പേര് വിളിക്കാൻ കാരണം, മുസ്ലിം വിഭാഗം പേര് വിളിക്കാൻ കാരണം.
അന്നു മുതൽ ലഹളയും ബഹളവും കലാപവും തുടങ്ങി. അന്ന് ഇസ്ലാമിൻ്റെ ഭരണമാണ്, ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. ബാബർ, അക്ബർ, ഷാജഹാൻ, അങ്ങനെ പോയി ഔറംഗസീബ്, ഇവരുടെയൊക്കെ കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ഹിന്ദു. അയോധ്യയിൽ ഒന്നും ചെയ്യാൻ ഹിന്ദുവിന് സാധിച്ചില്ല. എന്നാൽ ഈ ജന്മസ്ഥാൻ മസ്ജിദിൽ നമാസ് നടത്താൻ മുസ്ലിങ്ങൾക്കും സാധിച്ചില്ല. നിരന്തര സംഘർഷമായിരുന്നു. 1888 അപ്പോഴത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വന്നു കഴിഞ്ഞു. കോടതി എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങൾ വന്നു. കോടതിയിൽ ആദ്യത്തെ സ്യൂട്ട് ഹിന്ദുക്കൾ ഫയൽ ചെയ്തു. ഈ സ്ഥലം ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. 1859 ഈ തർക്കവും വഴക്കും നിത്യകലഹവും ഒക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ഒരു കമ്പിവേലിയിട്ട് തിരിച്ചു. അപ്പുറത്ത് മുസ്ലിങ്ങൾ, ഇപ്പുറത്ത് ഹിന്ദുക്കൾ. ആരും കേട്ടില്ല. കമ്പിവേലി പൊളിക്കുക, വീണ്ടും പണിയുക. ചുരുക്കി പറഞ്ഞാൽ മസ്ജിദ് അവിടെ നിൽക്കുന്നു, ഒരു നമാസ് നടത്താൻ ഹിന്ദുക്കൾ സമ്മതിക്കുന്നില്ല. ഹിന്ദുക്കൾ വിഗ്രഹം വയ്ക്കുന്നു, മുസ്ലിങ്ങൾ പിഴുതു കളയുന്നു. ഇങ്ങനെയൊക്കെ നിരന്തര യുദ്ധങ്ങൾ. 300 ചില്ലുവാനും വലിയ ലഹളകൾ തന്നെ ഈ അയോധ്യ ആ കെട്ടിടത്തെ ചൊല്ലി അവിടെ നടന്നു. കാലം ഇങ്ങനെ കടന്നുപോയി. 1949 സ്വാതന്ത്ര്യം കിട്ടി, കഷ്ടിച്ച് 2 വർഷം. 1949 ഹിന്ദുക്കൾ ബലമായിട്ട് ഈ കെട്ടിടത്തിനുള്ളിൽ രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ ഈ വിഗ്രഹങ്ങൾ വെച്ചു. അത് വലിയ പൊട്ടിത്തെറിയായി കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ എറിഞ്ഞു കളയണം എന്നാവശ്യപ്പെട്ടു. അത് റെക്കോർഡിൽ കാണുന്നില്ല, പക്ഷേ പരക്കെ വ്യാപകമായിട്ട് അങ്ങനെ പറയപ്പെടുന്നു. നെഹ്റു അത് ആവശ്യപ്പെട്ടു. അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, അന്നത്തെ കണക്കിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ആയിട്ടില്ല, പ്രവിശ്യകൾക്ക് പ്രധാനമന്ത്രിമാരാണല്ലോ, പ്രധാനമന്ത്രി പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത്. ഈ പണ്ഡിറ്റ് പന്ത് ഫൈസാബാദ് ജില്ലാ കളക്ടറോട് ഈ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു. ഫൈസാബാദ് ജില്ലാ കളക്ടർ KK നായർ എന്ന മലയാളിയായിരുന്നു, കുട്ടനാട്ടുകാരനാണ്. KK നായർ പറഞ്ഞു, ആ വിഗ്രഹത്തിൽ തൊട്ടാൽ അയോധ്യ മൊത്തം കത്തും, ഇപ്പം അത് അനക്കാൻ പറ്റില്ല, ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല, എന്തെങ്കിലും ചെയ്താൽ വലിയ കലാപത്തിലേക്ക് അത് നയിക്കും എന്ന് പറഞ്ഞ് KK നായർ കൈകഴുകി. അദ്ദേഹത്തെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി, പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. പിൽക്കാലത്ത് അദ്ദേഹം ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാമനോട് ബഹുമാനമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ കലാപം നടന്നാൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഗ്രഹം എടുക്കാനൊക്കെ ശ്രമം നടക്കുമായിരുന്നു. അതൊന്നും KK നായർ ചെയ്തില്ല. എന്നാൽ ഈ കെട്ടിടം പൂട്ടിയിടാൻ തീരുമാനിച്ചു. കെട്ടിടം പൂട്ടി. ആർക്കും ആരാധന, അകത്ത് കയറി ആരാധന നടത്താൻ പറ്റില്ല, പുറത്ത് നടത്താം. പുറത്ത് ഹിന്ദുക്കൾ ഭജന, ആരതി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കേസുകളും അതിൻ്റെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. കോടതിയിൽ പുതിയ പുതിയ പെറ്റീഷൻ, പുതിയ ഹർജി, പുതിയ സ്യൂട്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലഹളകൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിന്ന സ്ഥലമാണ് ഈ അയോധ്യ. അയോധ്യയിലെ ജന്മസ്ഥാൻ മസ്ജിദ് അത് മെല്ലെ ബാബറി മസ്ജിദ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. മുസ്ലിങ്ങളുടെ ക്യാമ്പയിനും തുടങ്ങി. ഹിന്ദുക്കളും ഇപ്പുറത്ത് സംഘടിക്കാൻ കാരണം 1983-84 ആയപ്പോൾ അശോക് സിംഗാളിൻ്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. വിശ്വ ഹിന്ദു പരിഷത്ത് ഇടപെട്ടതോടെ പ്രശ്നം മെല്ലെ ഭാരതമൊട്ടാകെ പടർന്നു തുടങ്ങി. ആദ്യത്തെ ജാഥ അശോക് സിംഗാൾ രാമജന്മഭൂമിയുടെ മോചനത്തിനായിട്ട് നയിച്ച ജാഥയിൽ വെറും 500 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അശോക് സിംഗാളിൻ്റെ തലയ്ക്ക് പരിക്കേറ്റു പോലീസിൻ്റെ അടികൊണ്ട് ഓടി ചിന്നിച്ചെതറിപ്പോയി. അത്രയ്ക്ക് ഭീകരമായ ലാത്തി ചാർജായിരുന്നു വെറും 500 പേരുടെ ജാഥയ്ക്ക്. പക്ഷേ ഈ ലാത്തി ചാർജിൽ നിന്ന് കൂടുതൽ പേര് അയോധ്യയിൽ അസംബിൾ ചെയ്യാൻ തുടങ്ങി. അശോക് സിംഗാൾ രാജ്യമൊട്ടാകെ സഞ്ചരിച്ചു. എറണാകുളത്തുമൊക്കെ വന്നിരുന്നു. അദ്ദേഹം എല്ലാവരെയും
പൊതുയോഗങ്ങളിൽ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി, ഇത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ്, ഇത് മുസ്ലിങ്ങൾ തിരിച്ചു തരണം, ഗ്രേസ്ഫുള്ളി നിങ്ങളുടെ അവകാശവാദം നിങ്ങൾ അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് ഇതൊരു പുണ്യസ്ഥലമല്ല, പക്ഷേ ഹിന്ദുക്കൾക്ക് പുണ്യസ്ഥലമാണ്. മുസ്ലിങ്ങൾ ഏകദേശം സമ്മതിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുണ്ടല്ലോ, അന്ന് ICHR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതിൻ്റെ ചെയർമാൻ ഇർഫാൻ ഹബീബാണ്. ഇപ്പോഴും ആ മനുഷ്യനുണ്ട്. കേരളത്തിൽ വന്ന് നമ്മുടെ ഗവർണറെ തല്ലാനൊക്കെ പോയത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആൻറ്റി CAA ഒരു സെമിനാർ, ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം എണീറ്റ് അടുത്തു പോയി ഗവർണറോട് തർക്കിക്കുകയും തനിക്കെന്താ ഇവിടെ കാര്യം, താൻ ഗോഡ്സെയെ പറ്റി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറയുണ്ടാക്കി. സ്റ്റേജിൽ കച്ചറയുണ്ടാക്കുന്ന ഒരു മാന്യനാണ് ഈ പറഞ്ഞ ഇർഫാൻ ഹബീബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്കറിയാമല്ലോ. അങ്ങേരായിരുന്നു ICHRൻ്റെ ചെയർമാൻ. ICHRൻ്റെ മെമ്പർ സെക്രട്ടറി MGS നാരായണനായിരുന്നു, ഡോക്ടർ MGS നാരായണൻ. അദ്ദേഹവും ഇപ്പോഴും ജീവനോടെയുണ്ട്. MGS നാരായണൻ അന്ന് സത്യം ഏറെ അകലെയാണ് എന്ന് പറഞ്ഞ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം എഴുതി. അതിൽ MGS മെമ്പർ സെക്രട്ടറി ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ചെയർമാൻ്റെ ക്യാബിൻ. ഈ ചെയർമാൻ്റെ ക്യാബിനിൽ നടക്കുന്ന ഗൂഢാലോചന മുഴുവൻ MGS നേരിട്ട് കേട്ടു. ഒരു കാരണവശാലും മുസ്ലിങ്ങളെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കരുതെന്നും ഇത് സംഘപരിവാറിന് കീഴടങ്ങുന്നത് പോലെ ആകുമെന്നും സത്യം അവരുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മളത് എങ്ങനെയെങ്കിലും വളച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്താക്കണം, വാദിക്കണം, എഴുതണം, ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു. ഇത് MGS നാരായണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനമായിട്ട് എഴുതി. ഇതിനിടയ്ക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്ത, പക്ഷെ അന്ന് സർവീസിലിരിക്കുകയാണ് കേട്ടോ, ഇല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹം ലേഖനം എഴുതി. KK മുഹമ്മദ് എന്ന മലയാളിയാണ്. അന്ന് സർവീസിലിരിക്കെ തന്നെ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം എഴുതി. ഇതിൻ്റെ ഖനനത്തിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു, KK മുഹമ്മദ് എന്ന ഞാൻ. അദ്ദേഹം ഞാൻ ഭാരതീയൻ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. മലയാളത്തിൽ എഴുതിയ പുസ്തകം മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ഞാൻ ഭാരതീയൻ എന്ന പുസ്തകം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഖനനം നടത്തി കണ്ടെത്തിയതാണ് ഈ ബാബറി മസ്ജിദ് എന്ന് വിളിക്കുന്ന കെട്ടിടത്തിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അത് ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ലക്ഷണമുള്ള ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. അതിൻ്റെ തൂണുകൾ, വിഗ്രഹങ്ങൾ, സൈഡിലൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, സ്ത്രീകളുടെ, പുരുഷന്മാരുടെ, പക്ഷികളുടെ, മൃഗങ്ങളുടെ, ആന, കുതിര, തേര്, ഇതെല്ലാം കാണാനുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം അടിയിലുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മാന്യമായിട്ട് മുസ്ലിങ്ങൾ ഇത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം ഈ സ്ഥലം. അപ്പോൾ ഇപ്പുറത്തുനിന്ന് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ചോദ്യം ചെയ്തു, അങ്ങനെയല്ല, അത് ക്ഷേത്രമായിരുന്നില്ല, നിങ്ങൾ വല്ല കല്ലോ കട്ടയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവരും പോയൊക്കെ പരിശോധിച്ചു, ഉണ്ട്, ഉള്ള സാധനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ബുദ്ധവിഹാരമായിരുന്നു എന്നൊരു തർക്കം, ജൈനവിഹാരമായിരുന്നു എന്നൊരു തർക്കം, ഇത് സ്ഥിരം വരുന്നതാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഹിന്ദുക്കളുടേതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയും. അപ്പോൾ ഈ കാണുന്ന കല്ലോ അത് ബുദ്ധന്മാരുടെയാണ്, പക്ഷെ ബുദ്ധൻ്റെ ലക്ഷണമില്ല, എന്നാൽ പിന്നെ ജൈനൻ്റെയാണ്. ഇങ്ങനെ മാർക്സിസ്റ്റുകാരുടെ സ്ഥിരം കുതന്ത്രങ്ങൾ. അവർ ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു, ജൈനക്ഷേത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കും. ശരണം എന്നൊരു വാക്കുണ്ടല്ലോ ശബരിമലയിൽ, ശരണം വിളി ശബരിമലയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ശരണം അയ്യപ്പ, ശരണം അയ്യപ്പ, അയ്യപ്പ ശരണം, ഇതൊക്കെയാണ്. പാട്ടുകളിലും ഒക്കെ ശരണം ഉണ്ട്. ഈ ശരണം വന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. അതുകൊണ്ട് അയ്യപ്പൻ ഒരു ബൗദ്ധന്മാരുടെ ദൈവമാണ്. ഇതാണ് മാർക്സിസ്റ്റുകാരുടെ തിയറി. അപ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, അങ്ങനെ ശരണം എന്നുള്ള വാക്ക് ബുദ്ധമതത്തിലുണ്ട്. അയ്യപ്പൻ്റെ അടുത്തും ശരണമുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ ബൗദ്ധ ദൈവമാണ്. ഇതാണ്, അതുകൊണ്ട് അതൊരു ബൗദ്ധ ക്ഷേത്രമാണ്. ഹിന്ദുക്കൾ ബലം പ്രയോഗിച്ച് കീഴടക്കിയതാണ്. ഇതിനൊക്കെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണം എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ബുദ്ധന്മാർക്ക് മുമ്പ്
എഴുതപ്പെട്ടതാണ് ഭഗവത്ഗീത, അഥവാ പറയപ്പെട്ടത്. എഴുത്തൊക്കെ പിന്നീട് വന്നതാണില്ല. എഴുത്ത് എന്ന് പറയുന്നത് അന്നില്ല, പറയുന്നത് കേട്ട് മനസ്സിലാക്കി പാടി. അതുകൊണ്ടാണ് അനുഷ്ടുപ്പ് വൃത്തത്തിലൊക്കെ ഈ ഭഗവത്ഗീതയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാം കൃത്യം വൃത്തത്തിലാണ്. കാരണം പാടി പാടി ഓതി ഓതി മനസ്സിൽ ഉറച്ച് അങ്ങനെയാണ് തലമുറ തലമുറ കൈമാറി ഇത് പിന്നീട് എഴുത്തിൽ വന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അവിടെയാണ് വേറൊരു ശരണം നമുക്ക് കണ്ടെത്താവുന്നത്. ബുദ്ധനും എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിൽ ശരണം എന്നുള്ള വാക്ക് ഭഗവത്ഗീതയിൽ കാണുന്നു. അപ്പോൾ എന്ത് പറയും? ഈ ഒരു വാക്ക് ഒരു സ്ഥലത്ത് നടത്തിയെടുത്തിട്ട് ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഒരു സ്വഭാവമാണ്. എന്തൊക്കെ പറയുമെന്നറിയാമോ? ബൗദ്ധന്മാരെ ഇവിടുന്ന് തല്ലി ഓടിച്ചു. ആരോ ഓടിച്ചു? എന്ത് തെളിവ്? ചുമ്മാ അങ്ങോട്ട് പറയുകയാണ്. കുട്ടനാട്ടിലെ കരുമാടിക്കുട്ടൻ ബുദ്ധനാണ്. എന്താ കാര്യം? അത് ബുദ്ധൻ്റെ പൊസിഷനിൽ പുള്ളിയിരിക്കുന്നു. ബുദ്ധൻ്റെ പൊസിഷനിൽ വേറെ ആർക്കും ഇരുന്നുകൂടെ? ബുദ്ധൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പത്മാസനമാണ്. പത്മാസനം ഭാരതത്തിൻ്റെ ഒരു സംഭാവനയാണ്. പത്മാസനത്തിലിരിക്കുന്ന ഒരു യൂറോപ്യൻ ദൈവത്തിന് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഭാരതീയരായ മഹാന്മാരെല്ലാവരും തന്നെ പത്മാസനത്തിലിരുന്നതാണ്. നാരായണ ഗുരു ചമ്രം പടിഞ്ഞല്ലേ എപ്പോഴും ഇരുന്നത്. സ്വാമി വിവേകാനന്ദൻ ഇരുന്നിട്ടുണ്ട്. ധ്യാന അവസ്ഥയിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ബുദ്ധൻ അങ്ങനെ ഇരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം തന്നെ ബുദ്ധ വിഗ്രഹങ്ങളാണെന്നൊക്കെ തർക്കിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? ഏതായാലും ഈ കുത്തിത്തിരിപ്പ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ നടത്തിയെന്ന് ഡോക്ടർ MGS നാരായണനും നമ്മുടെ KK മുഹമ്മദും എഴുതി വച്ചിരിക്കുന്നു. അത് നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നീട് അത് തെളിയുകയും ചെയ്തു. 1989 വിശ്വ ഹിന്ദു പരിഷത്ത് ആ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചറിന് മുമ്പിൽ രാമക്ഷേത്രത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ തറക്കല്ലിടൽ അതങ്ങ് നടത്തി. അത് രാജ്യമെങ്ങും വലിയ കോലാഹലമായി. രാമജ്യോതി പ്രയാണം നടന്നു. സപ്തനദികളിൽ നിന്നുള്ള ജലം കൊണ്ട് നാട് മുഴുവൻ പ്രദക്ഷിണം നടത്തി. അന്ന് മാതൃഭൂമിയുടെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു ഡോക്ടർ NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ ആരാ എന്നും പുതിയ തലമുറ ചോദിച്ചു എന്ന് വരും. പ്രശസ്ത ചിന്തകൻ, എഴുത്തുകാരൻ, കവി, ഇങ്ങനെയൊക്കെ ആയിരുന്ന മാതൃഭൂമിയുടെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു NV കൃഷ്ണവാര്യർ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് MT വാസുദേവൻ നായർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിട്ടിരുന്നത്. അത് MT വാസുദേവൻ നായരുടെ മേലധികാരിയായിട്ടിരുന്ന ആളായിരുന്നു NV കൃഷ്ണവാര്യർ. അപ്പോൾ കൃഷ്ണവാര്യരുടെ വലിപ്പം മനസ്സിലാവില്ല. ഞാൻ MTയെ കൊച്ചാക്കാൻ വേണ്ടി പറയുകയില്ല, കൃഷ്ണവാര്യരുടെ വലിപ്പം മനസ്സിലാക്കിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ മറന്നു പോകും പുതിയ തലമുറ, പറഞ്ഞിട്ട് കാര്യമില്ല. 46 വർഷം മുമ്പൊക്കെ നടന്ന കാര്യങ്ങൾ എങ്ങനെ ഓർത്തു വയ്ക്കാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത്. ഇവർ ഇങ്ങനെയൊക്കെ എഴുതി. ഈ കൃഷ്ണവാര്യർ അയോധ്യയിൽ പോയി ഈ കെട്ടിടം കണ്ട് തിരിച്ചു വന്നിട്ട് അന്ന് അദ്ദേഹത്തിന് പ്രതിവാര ചിന്ത എന്ന് പറഞ്ഞിട്ട് ഒരു കോളമുണ്ട്. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം ഒരു ലേഖനം എഴുതും മാതൃഭൂമിയിൽ. അത് എഡിറ്റർ ഇൻ ചീഫിൻ്റെ സംഭാവനയാണ്. അതിൽ അദ്ദേഹം എഴുതി, ഞാൻ അവിടെ പോയി ഈ സാധനം കണ്ടു, നിങ്ങൾ ബാബറി മസ്ജിദ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് കയറാൻ പോയപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിട്ട് പടിയായിട്ട് ഇട്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. വിഗ്രഹമോ എന്തോ, ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഗർഭഗൃഹത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ച സാധനം എന്ന് മാത്രമല്ല അർത്ഥം, പുറത്തൊക്കെയുള്ള ഏതായാലും ക്ഷേത്രത്തിൻ്റെ ഒരു കഷ്ണമാണ് ചവിട്ടുപടിയായിട്ടിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം അകത്ത് കയറി ഒരുപാട് തൂണുകൾ, ഭിത്തി, മേൽക്കൂര, ഇവിടെയെല്ലാം ഹിന്ദു ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ അവശിഷ്ടം കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഇത് NV കൃഷ്ണവാര്യർ പ്രതിവാര ചിന്തകൾ എന്നുള്ള കോളത്തിൽ എഴുതി. അദ്ദേഹത്തിൻ്റെ കോളങ്ങളെല്ലാം ചേർത്തിട്ട് പുസ്തകമായിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3-4 വോളിയമുണ്ട്.
ഓളങ്ങൾ ആഴങ്ങൾ എന്ന പേരുള്ള ഒരു വോളിയം, ചിന്തകൾ വിചിന്തനങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു വോളിയം, ഇങ്ങനെ 4-5 വോളിയംസ് അദ്ദേഹത്തിൻ്റെ പ്രതിവാര ചിന്തകൾ സമാഹരിച്ച് മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാതൃഭൂമി കമ്പനിയിൽ ഇപ്പോഴും അത് വിൽക്കാൻ കിട്ടും, വാങ്ങാൻ കിട്ടും. അപ്പോൾ NV കൃഷ്ണവാര്യരും ഇതെഴുതി. ഇങ്ങനെ അപ്പോൾ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ലോവർ കോർട്ടിലാണ് കേസ് കിടക്കുന്നത്. കേസ് അപ്പീലായിട്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ വരുന്നു. അലഹാബാദ് ഹൈക്കോടതി ആ കേസ് പരിഗണിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 1989 BJP ഈ പ്രശ്നം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. BJPയുടെ പലൻപൂർ എന്ന സ്ഥലത്തെ സമ്മേളനത്തിൽ വെച്ചാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. ആ തീരുമാനം എടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു BJPക്ക്. കാരണം BJPയിൽ ഒരു വിഭാഗം ഈ പ്രശ്നം BJP ഏറ്റെടുക്കേണ്ടതല്ല, ഇത് ഒരു മതത്തിൻ്റെ പ്രശ്നമാണ്, ക്ഷേത്രത്തിൻ്റെ പ്രശ്നമാണ്, ഒരു രാഷ്ട്രീയ കക്ഷി അതിൽ തലവയ്ക്കുന്നത് മര്യാദയല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം. മറുവിഭാഗം പറഞ്ഞു ഇത് വെറും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല, വെറും ഒരു ക്ഷേത്രത്തിൻ്റെ പ്രശ്നവുമല്ല, ഇത് ദേശത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവിഗ്രഹമാണെങ്കിലും അതിനപ്പുറത്ത് ദേശീയതയുടെ ഒരു അടയാളം കൂടെയാണ് രാമൻ. ഇപ്പോൾ ഭാരതത്തിൽ എവിടെയും പ്രചരിച്ച ഒരു കഥയാണ് രാമകഥ. ലോകം മുഴുവൻ പ്രചരിച്ച ഒരു കഥയാണ് രാമകഥ. മിനിമം വിവരം എല്ലാവർക്കും ഉണ്ട് രാമകഥയെപ്പറ്റി. രാമൻ, സീത, ഹനുമാൻ, ലക്ഷ്മണൻ, രാവണൻ, ഈ കഥാപാത്രങ്ങളെ അറിയാത്തവരായിട്ട് ഭാരതീയരാരുമില്ല. ഡീറ്റെയിൽസ് ഒരുപക്ഷെ അറിഞ്ഞില്ല എന്ന് വരും, പക്ഷേ ഈ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ആരും ഉണ്ടാവില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടു? അദ്ദേഹം ഒരു ദേശീയ പുരുഷനും കൂടെ ആയതുകൊണ്ടാണ് ഇത്ര വലിയ റീച്ച് ഉണ്ടായത്. നിങ്ങൾ നോക്കും, കേരളത്തിൽ രാമന് ക്ഷേത്രങ്ങൾ കുറവല്ലേ എന്നൊക്കെ ചോദിക്കുക. രാമൻ്റെ ക്ഷേത്രങ്ങൾ കുറവാണ്, പക്ഷേ രാമൻ്റെ പേരിൽ ഇപ്പോഴും കേരളത്തിൽ യാത്രയുണ്ട്. അതാണ് 4 അമ്പല യാത്ര. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 അമ്പലങ്ങളിൽ യാത്രയുണ്ട്. അതുകൂടാതെ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, രാമപുരം, രാമന്തളി, രാമനാട്ടുകര, രാമങ്കരി, എത്ര രാമൻ്റെ പേര് ചേർത്ത് എത്ര സ്ഥലങ്ങളാണ് കേരളത്തിൽ. അവിടെ എല്ലാം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രാമൻ ഇവിടെ വന്നിരുന്നു, ഇവിടെ താമസിച്ചു, സീത പാചകം ചെയ്ത കല്ല്, 4 കല്ലും വിളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കാരണം ഭീമൻ ഈ രാമൻ ഊണ് കഴിക്കുന്നത് മാത്രമല്ല നാട്ടുകാർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഉരുളിയിലൊക്കെയാണ് തയ്യാറാക്കുന്നത് സീത. അപ്പോൾ അതിന് സാധാരണ അടുപ്പ് കല്ല് 3ആണ്, ഇത് ആ 4 കല്ലുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ. ഇതേ സംഗതി തന്നെ പാഞ്ചാലിയെ പറ്റിയും വരും. ചിലർ പറയും പാഞ്ചാലി ചോറ് വയ്ക്കാനായിട്ട് ഉപയോഗിച്ച അടുപ്പാണ്, ചിലർ പറയും സീത വെച്ചതാണ്. ഏതായാലും മഹാഭാരതവും രാമായണവും ഭാരതത്തിലെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഏകദേശം 6 ലക്ഷം ഗ്രാമങ്ങളാണ് ഭാരതത്തിൽ ഉള്ളത്. അതിൽ 1.5 ലക്ഷത്തിന് രാമൻ്റെ പേരാണ്. രാംഗഡ്, രാംപൂർ, ബൽറാംപൂർ, ഇങ്ങനെ രാമൻ്റെ പേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭാരതം മൊത്തം. 1.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് രാം എന്നുള്ള പേര് വെച്ച് അതിൻ്റെ തൽഭവം, തത്സമം ഇതൊക്കെ വെച്ചിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ഇങ്ങനെ രാമൻ ഒരു ദേശീയ പുരുഷനാണെന്നും അതുകൊണ്ട് ഈ പ്രശ്നം ഏറ്റെടുക്കേണ്ടത് നമ്മളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ദേശീയതയെ മുറുകെ പിടിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള സ്ഥിതിക്ക് ദേശീയ പ്രശ്നത്തിൽ ഇടപെടേണ്ട ചുമതല നമുക്കുണ്ടെന്നും BJPയിലെ വലിയൊരു വിഭാഗം വാദിച്ചു. ആ വാദം ജയിക്കുകയും അംഗീകരിക്കപ്പെടുകയും അങ്ങനെ ഔദ്യോഗികമായിട്ട് രാമജന്മഭൂമി പ്രക്ഷോഭം BJP ഏറ്റെടുത്തു. അഡ്വാനിയുടെ രഥയാത്ര തുടങ്ങി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് 1990 സെപ്റ്റംബർ 25 സോമനാഥിൽ തുടങ്ങുന്ന യാത്ര 1990 ഒക്ടോബർ 30 അയോധ്യയിൽ കർസേവ നടത്തി അവസാനിപ്പിക്കും. ഇതാണ്. എന്താണ് ഈ കർസേവ? ശരിക്കും ഇത് ഉച്ചരിക്കേണ്ടത് കാർസേവ എന്നാണ്.
വാസ്തവത്തിൽ പഞ്ചാബിലെ ഗുരുമുഖി എന്ന ഭാഷയിലെ വാക്കാണ് കാർ സേവ. അർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കരം കൊണ്ടുള്ള സേവനം. സംസ്കൃതത്തിൽ നിന്ന് അവർ ഗുരുമുഖിയിലേക്ക് വന്ന വാക്കാണ് കരം എന്നുള്ളത്. അവരെടുത്തപ്പോൾ അവരുടെ ദീർഘം കൂടിയിട്ട് കാർ എന്നാക്കി, കർ എന്നുള്ളത് മാറ്റിയിട്ട് കാർ എന്നാക്കി. ഭാഷയുടെ ഒരു വ്യത്യാസം. കാർ സേവ ഇത് സിഖ് മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കാർ സേവ. അവർ സുവർണക്ഷേത്രം നിർമ്മിച്ചത് തന്നെ കാർ സേവയാണ്. കൈകൾ കൊണ്ടുള്ള സേവ. സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സർവീസ് എന്നല്ല അർത്ഥം. ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് അവിടെ സേവ എന്ന് പറയുന്നത്. വെറുതെ ആരെങ്കിലും സേവിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് കാർ സേവയാവില്ല. കാർ സേവ എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മം. അതുകൊണ്ട് അവർ ചില ശിക്ഷകളൊക്കെ കൊടുക്കും. സമൂഹത്തിൻ്റെ ചില ശിക്ഷകളുണ്ടല്ല, അത് ഈ ഗുരുദ്വാരയുടെ മുമ്പിൽ കൂടിക്കിടക്കുന്ന ചെരുപ്പ് തുടയ്ക്കാനായിരിക്കും ശിക്ഷ. അതിനും പേര് കാർ സേവ എന്നാണ്. അപ്പോൾ ഇങ്ങനെ കാർ സേവ 1990 ഒക്ടോബർ 30 കാർ സേവ നടത്തി ഈ അദ്വാനിയുടെ യാത്ര അവസാനിക്കും. ഇതായിരുന്നു പ്ലാൻ. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.